നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും ഈ വേൾഡ് കപ്പിലെ ലാറ്റിൻ അമേരിക്കൻ ടീമുകളോട് പൊട്ടുന്ന യൂറോപ്യൻ ടീമുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2022 വേൾഡ് കപ്പിന് മുമ്പ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കിലിയൻ എംബാപ്പെ പറഞ്ഞത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ടീമുകളൊന്നും ഇപ്പോൾ യൂറോപ്യന്മാരോട് മത്സരിക്കാൻ മാത്രമില്ല എന്ന തരത്തിലുള്ളൊരു പ്രസ്താവന. അതിന് ആ സമയത്ത് വലിയ രൂപത്തിലുള്ള മറുപടികൾ അന്നത്തെ ബ്രസീലിയൻ കോച്ച് ടിറ്റയും പിന്നെ അർജൻറ്റീന കോച്ചും മറ്റ് പ്രധാനപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജൻറ്റീനയുടെ പല താരങ്ങളും അതിനെതിരെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടിരുന്നു. പിന്നെ അർജൻറ്റീന അത് കളിക്കളത്തിൽ തന്നെ ചെയ്ത് കാണിച്ചു കൊടുത്തു. യൂറോപ്യന്മാരല്ല, ലാറ്റിൻ അമേരിക്കൻ ടീമാണ് കിരീടം ചൂടിയത് വേൾഡ് കപ്പിൽ അന്ന്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നടക്കുന്നത് എന്താ? ജർമ്മനി പൊട്ടി ഇക്കഡോറിനോട്, അത് അവസാനത്തേത്. പക്ഷേ ഈ വേൾഡ് കപ്പിൽ ഇവർ ബ്രസീലാവട്ടെ, അർജൻറ്റീനയാവട്ടെ, പരാഗ്വേ ആവട്ടെ, ഇക്കഡോർ ആവട്ടെ, യൂറോപ്യന്മാരോട് കളിച്ചപ്പോൾ ഉണ്ടാക്കിയ റിസൾട്ട് എന്താ നോക്കണം. ഈ വേൾഡ് കപ്പിൽ പരാഗ്വേ തുർക്കിയക്കെതിരെ 1-0 ജയിച്ചു കയറുകയുണ്ടായത്. അർജൻറ്റീന ഓസ്ട്രിയക്കെതിരെ ഏകപക്ഷീയമായ 2 ഗോളിന് ജയിച്ചു കയറുകയുണ്ടായത്. ബ്രസീൽ സ്കോട്ട്ലൻഡിന് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മുക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞില്ല. ഇക്കഡോർ ഇതാ ജർമ്മനിക്ക് പണി കൊടുത്തിരിക്കുന്നു. 2-1 എന്ന് പറയുമ്പോൾ ജർമ്മനിക്ക് ആശ്വസിക്കാം, ഒരു ഗോളെങ്കിലും തിരിച്ചടിച്ചല്ലോ. അവർ ഒരു ഗോൾ തിരിച്ചടിച്ചു. ബാക്കിയുള്ള കളികളിലൊന്നും യൂറോപ്യന്മാർക്ക് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്കെതിരെ മറുപടി ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ വേൾഡ് കപ്പിൽ കോൺമെബോൾ വേഴ്സസ് യുവേഫ നോക്കുമ്പോൾ സൗത്ത് അമേരിക്കൻ സുപ്രീമസിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കളി പുരോഗമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിലവിലൊരവസ്ഥ അതാണ്. സൗത്ത് അമേരിക്ക യൂറോപ്പിന് മേൽ ഡൊമിനേറ്റ് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.